Hi students, I am Prashant Chandran, Assistant Professor Automobile Engineering Department SNIT. അപ്പോൾ ഇന്ന് നമ്മൾ EDLയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യണം നമ്മൾ നോക്കിയായിരുന്നു. ഇതിപ്പം അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഈസ് ടു ബി ഡിസൈൻ ടു ട്രാൻസ്മിറ്റ് 15 kW at 900 RPM. The shoes are 4 in number. Speed at which the engagement begins is 3/4 of the running speed. Okay. The inside radius of the pulley rim is 150 mm. The shoes are lined with ferrado for which coefficient of friction is 0.25. Determine mass of the shoe and size of the shoe. അപ്പോൾ ഇതിനകത്ത് ഇതൊരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ എന്ന് പറഞ്ഞാൽ 15 kW ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് 900 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഷൂസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് അറ്റ് വിച്ച് എൻഗേജ്മെൻറ്റ് ബിഗിൻസ് ഈസ് 3/4 ഓഫ് ദ റണ്ണിങ് സ്പീഡ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ω1 എന്ന് പറഞ്ഞ ആംഗുലർ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ ആംഗുലർ സ്പീഡിലാണ് എൻഗേജ്മെൻറ്റ് ഓഫ് ദ ക്ലച്ച് ആരംഭിക്കുന്നത് പഠിച്ചു. അപ്പോൾ അത് എന്ന് പറയുന്നത് ആക്ച്വൽ സ്പീഡിൻ്റെ 3/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ω1 ഈസ് ഈക്വൽ ടു 3/4 ω എന്ന് നമുക്ക് എഴുതാം. ഇൻസൈഡ് റേഡിയസ് ഓഫ് ദ പുള്ളി റിം ഈസ് 150 mm. അതായത് അതിൻ്റെ ക്യാപിറ്റൽ R 150 mm. പിന്നെ ഇതിൽ തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അസംഷനിൽ നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ട ഒരു കാര്യം. അതായത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പോയിൻറ്റ് എത്ര ഡിസ്റ്റൻസിലാണുള്ളതെന്ന് സ്മാൾ ആർ ഇത് തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഒരു അസംഷനിൽ എഴുതുക. പിന്നെ അടുത്തത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ P എന്ന് തന്നിട്ടില്ല, അതും നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഗിവൺ ടെസ്റ്റ് നമുക്ക് എഴുതാം. ടെസ്റ്റ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പവർ P ഈസ് ഈക്വൽ ടു 15 kW, ദാറ്റ് ഈസ് 15 × 10⁻³ watts. ഓക്കെ, ഇനി സ്പീഡ് N എന്ന് പറയുന്നത് 900 RPM അത് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ μ 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് ഷൂസ് N ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ഇനി ആ റിങ്ങിൻ്റെ റേഡിയസ് R ഈസ് ഈക്വൽ ടു 150 mm എന്ന് തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡയഗ്രാമാണ്. ഇത് അതിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഇത് നമ്മുടെ ഷൂ എന്ന് ഞാൻ വരയ്ക്കുകയാണ്. ഷൂവിനെ വരച്ചു. ഇത് അവിടെ ആയിട്ടാണ് റിങ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിങ്ങിൻ്റെ റേഡിയസ് ഫ്രം ദ സെൻറ്റർ ആണ് ക്യാപിറ്റൽ R എന്ന് തന്നിരിക്കുന്നത്. പിന്നെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട് G. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് സ്മോൾ r നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസ്യൂം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സ്മാൾ r ഈസ് ഈക്വൽ ടു ഒരു 120 mm എന്ന് നമുക്കെടുക്കാം. 120 mm എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഷൂ, രണ്ടാമത്തെ സൈസ് ഓഫ് ദ ഷൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് ഫോഴ്സസാണ്. ഒന്ന് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് PC ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു M × ω² × R. അതേപോലെ PS എന്ന് പറയുന്നത് അതായത് സ്പ്രിങ് കൊണ്ടുണ്ടാകുന്ന ആ ഫോഴ്സ് M × ω1² × R. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ω1 ഈസ് ഈക്വൽ ടു 3/4 ω. അപ്പോൾ നമുക്ക് ഈ ω1 പകരം 3/4 ω എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? PS ഈസ് ഈക്വൽ ടു M × 3/4 ω² R. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? PS ഈസ് ഈക്വൽ ടു 3² 9/16. അടുത്തത് M ω² R. ഓക്കെ, ഇങ്ങനെ എഴുതാം.
അതിൽ ആക്റ്റാകുന്ന നെറ്റ് ഫോഴ്സ് നമുക്ക് എഴുതാം. F is equal to PC minus PS, അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൈനസ് സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് പി സിയുടെ വാല്യൂ m ω² r ആണെന്ന് നമുക്കറിയാം. പി എസിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ എഴുതി 9/16 m ω² r. അപ്പോൾ ഇതിനെ LCM 16 ആയിട്ട് എടുത്ത് ചെയ്യുമ്പം 16 - 9 is equal to നമുക്ക് F is equal to 7/16 m ω² r ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത് നമുക്കറിയാം പവർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പവറിൻ്റെ എഡ്യൂക്കേഷൻ പവർ P is equal to 2π/NT/60. അതിനകത്തുനിന്ന് T ടോർക്ക് is equal to 60 × P divided by 2 × π × N. that is 60 × പവർ എത്ര 150 15 × 10⁻³ divided by 2 × π × 900. അപ്പോൾ നമുക്ക് ആൻസർ 159.9 ന്യൂട്ടൺ മീറ്റർ. 159.2 അത്രയും ന്യൂട്ടൺ മീറ്റർ. ബട്ട് നമ്മൾ ഇവിടെ ഈ ആറും സ്മാളും ഒക്കെ MM എടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ MM എഴുതാം. 159.2 × 10⁻³ ന്യൂട്ടൺ MM. ഓക്കെ, ഇപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് ടോർക്കിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓർ ആംഗുലർ സ്പീഡ് ഒമേഗ is equal to 2πN/60. that is 2 × π × 900 divided by 60. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒമേഗയുടെ വാല്യൂ നമുക്ക് 94.2 അത്രയും റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ഇനി നമുക്കറിയാം നമ്മുടെ ഒരു ഇക്വേഷനുണ്ട്, ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്ക് T is equal to μ × F × R × N. ഇങ്ങനെ ഒരു ഇക്വേഷനുണ്ട് ടോർക്കിന്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതിൽ ഈ എഫിന് പകരം നമുക്ക് നേരത്തെ എഴുതിയ 7/16 m ω² r എന്ന ഇക്വേഷൻ നമുക്ക് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ T is equal to μ × എന്നിനെ ആദ്യം എഴുതി ഇൻറ്റു എഫിന് പകരം നമുക്ക് F is equal to 7/16 m ω² r ഇൻറ്റു ഇവിടെ ഉള്ള ക്യാപിറ്റൽ R. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ വാല്യൂ എന്തായിരുന്നു? 159.2 × 10⁻³ is equal to μ.25 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 4 ഇൻറ്റു 7/16 ഇൻറ്റു m ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു ഒമേഗ ഇപ്പോൾ കിട്ടി 94.2 സ്ക്വയർ ഇൻറ്റു സ്മാൾ r 120 mm ഇൻറ്റു ക്യാപിറ്റൽ R 150 mm. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് മാസ് വാല്യൂ നമുക്ക് m is equal to 2.278 കിലോഗ്രാം എന്ന് പറയും മാസ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് മാസ് ഓഫ് ദ ഷൂ എന്ന് പറയുന്നത് 2.278 കിലോഗ്രാം എന്നാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോർഷനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഷൂ ആണ്. സൈസ് ഓഫ് ദ ഷൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം L is equal to R × θ ആണ്. പക്ഷെ നമുക്ക് തീറ്റയുടെ വാല്യൂ തന്നിട്ടില്ല. സോ അസ്യൂം θ is equal to 60. 60 എന്ന് പറഞ്ഞാൽ that is equal to π/3. ഓക്കെ, അപ്പോൾ നമുക്ക് L is equal to R θ, that is ആറിൻ്റെ വാല്യൂ 150 ഇൻറ്റു θ π/3. എല്ലിൻ്റെ വാല്യൂ നമുക്ക് 157 mm എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ഏരിയ നമുക്കറിയാം. ഏരിയ is equal to ഏരിയ ഓഫ് ഷൂ എന്ന് പറയുന്നത് ആ ഷൂവിൻ്റെ ലെങ്ത് ഓഫ് കോണ്ടാക്ട് ഇൻറ്റു ബി ആണ്. അപ്പോൾ നമുക്ക് എഴുതാം A is equal to 157 × B എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക്
അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. അപ്പോൾ നമുക്കറിയാം, we know that net force applied is given by net force applied എന്ന് പറയുന്നത് പി സി മൈനസ് പി എസ് ആണ് നമുക്കറിയാം. അതായത് ദറ്റ് ഈസ് പി സി മൈനസ് പി എസ് ഈസ് ഈക്വൽ ടു പി മാക്സ് ഇൻറ്റു ഏരിയ. നമുക്ക് വേറെ ഒന്നുമല്ല, ഇതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പക്ഷേ ഇവിടെ പി മാക്സ് നമുക്ക് തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് intensity of pressure Pmax is equal to 0.1 Newton per mm square ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ബൈ പി സി മൈനസ് പി എസിൻ്റെ വാല്യൂ നമുക്കറിയാം 7/16 m ഒമേഗ സ്ക്വയർ ആർ ആണ് അതിൻ്റെ വാല്യൂ. ഇസ് ഈക്വൽ ടു 0.1 Pmax ഇൻറ്റു പിന്നെ അടുത്തെന്ത് വരുന്നു? ഏരിയയ്ക്ക് പകരം നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഏരിയ 157 ഇൻറ്റു ബി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി 7/16 ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് 7/16 ഇൻറ്റു എം എത്രയാണ്? 2.278 ഇൻറ്റു ഒമേഗ എത്രയാണ്? ഒമേഗയുടെ വാല്യൂ 94.2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ, സ്മാൾ ആറിൻ്റെ വാല്യൂ 120 ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 157 ഇൻറ്റു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ബി ഈസ് ഈക്വൽ ടു 67.4 mm. ഓക്കെ, 67.4 mm എന്ന് പറയുന്നത് ഇതാണ് ബി. അപ്പോൾ എല്ലും ബിയും കിട്ടി. ഇപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദ ഷൂ കിട്ടും. ഓക്കെ, ഇത്രയും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇതിനകത്ത് തന്നിട്ടുണ്ട് സ്പീഡ് അറ്റ് വിച്ച് ദ എൻഗേജ്മെൻറ്റ് ബിഗിൻസ് ഈസ് 3/4 ഓഫ് ദ റണ്ണിങ് സ്പീഡ് എന്ന് തന്നിട്ടുണ്ട്. ചില പ്രോബ്ലംസിൽ അങ്ങനെ തരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് എഴുതാം? ω1 ഈസ് ഈക്വൽ ടു 3/4 ഒമേഗ എന്ന് എഴുതാം. അതേപോലെ ഇതിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജി വരെയുള്ള ആ ഡിസ്റ്റൻസ് സ്മാൾ ആർ തന്നിട്ടില്ല. അത് നമ്മൾ അസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ആറിന് അകത്ത് നിൽക്കുന്നൊരു വാല്യൂ ഇട്ട് വേണം അസ്യൂം ചെയ്യാനായിട്ട്. ഇവിടെ ക്യാപിറ്റൽ ആർ 150 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 30 mm കുറച്ച് 120 എഴുതി. അപ്പോൾ അതൊരു പക്ഷേ ഒരു 210 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 150 തന്നെ എഴുതാം സ്മാൾ ആർ, അല്ലെങ്കിൽ 170 180 ഒക്കെ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ അവസാനത്തെ ഒരു സ്റ്റെപ്പിൽ, അതായത് പി മാക്സ് ഇൻറ്റു എ എന്ന് എഴുതി. അതായത് വേറെ ഒന്നുമല്ല, പ്രഷർ ഈക്വൽ ടു പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് ഈക്വൽ പ്രഷറിൻ്റെ ഏരിയ. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷറാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്ന പ്രഷർ. ആ പ്രഷറിൻ്റെ ഏരിയ ചെയ്യണം. പക്ഷേ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അല്ലെങ്കിൽ മാക്സിമം പ്രഷറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.1 Newton per mm square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി പി സി മൈനസ് പി എസ് ഇസ് ഈക്വൽ ടു 7/16 m ഒമേഗ സ്ക്വയർ ആറാണ് നമുക്ക് അറിയാം. ഇസ് ഈക്വൽ ടു 0.1 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ 157 ബി ആണെന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് ബി ഈസ് ഈക്വൽ 67.4 mm എന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.